നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ മിനിസ്റ്ററുണ്ട്, കൗൺസിലർമാരുണ്ട്. അപ്പോൾ ഞങ്ങൾ യോട്ടിലാണ് യാത്ര ചെയ്യുന്നത്. യോട്ടിൽ രാവിലെ ബേപ്പൂരിൽ ഈ തണുത്ത കാറ്റേറ്റ് യാത്ര ചെയ്യാന്നുള്ളൊരു ഫീലാണ് അല്ലേ? നല്ല ഫീല്. വൈകുന്നേരം വേറെ വൈബാണ്. ഞങ്ങൾ അന്ന് പോയത് വൈകുന്നേരമാണ്. വൈകുന്നേരം ഭയങ്കര വൈബാണ്. മാത്രമല്ല പുഴയിൽ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾ പ്രേക്ഷകർക്ക് കാണാം. അതിനിടയിലൂടെ യോട്ടിങ്ങിന് പോവുക. ഇങ്ങനെ വരുമ്പോഴാണല്ലോ നമ്മുടെ നാട് മാറുന്നത്. എങ്ങനെയാണ് സിംഗപ്പൂർ മാറിയത്, എങ്ങനെയാണ് മൗറീഷ്യസ് ഒക്കെ മാറിയത് എന്നുള്ളത് പോലെ മാറ്റത്തിന് പറ്റുന്ന ഒരു സാധ്യതകളിലേക്കാണ്. ഇത്രയും സ്പീഡേ ഉള്ളൂ? അല്ല, സ്പീഡ് എത്ര വേണം കൂട്ടാ, അടിച്ച് പോകാൻ പറയും. സ്പീഡ് പോകാൻ. അതെ. അപ്പോൾ അതാണ് ഇതിപ്പോ എറണാകുളം സ്റ്റുഡിയോയിൽ എത്തിച്ചേരണം പെട്ടെന്ന് എത്തിക്കാൻ. വേണമെങ്കിൽ ഇത് എത്ര സ്പീഡിൽ എത്തിക്കുമെന്നുള്ള 5 മിനിറ്റ് മതി ബേപ്പൂരിൽ നിന്ന് കോഴിക്കോട്ട് എത്താൻ. 5 മിനിറ്റ്. അത് അവിശ്വസനീയമായ ഒരു കാര്യമാണ്. 100 കിലോമീറ്റർ വരെ പോകും. 100 കിലോമീറ്റർ വരെ പോകും സ്പീഡ്. അപ്പൊ ഇത് ഇനിയിപ്പോ ഇത് വേണമെങ്കിൽ ഒരു പാസഞ്ചർ സർവീസ് പോലെ വേണമെങ്കിൽ തുടങ്ങാം. ഇത് പിന്നെ ചെലവ് കൂടുതലായതുകൊണ്ട് ടൂറിസ്റ്റുകൾക്കാണ്. പിന്നെ 15 പേരൊക്കെ ഷെയർ ചെയ്യുമ്പോൾ വലിയ പ്രശ്നം വരുന്നില്ല. ഞങ്ങളിപ്പോൾ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്തു, വലിയ വിഷയം വരുന്നില്ല. പിന്നെ നല്ല മീനൊക്കെ പിടിച്ച് ഇതിൽ തന്നെ പൊരിച്ച് അല്ലെങ്കിൽ കറി വെച്ചൊക്കെ കഴിക്കാൻ അതിനൊക്കെയുള്ള സൗകര്യമുണ്ട്. അപ്പൊ മീൻ പിടിച്ച് ഫ്രഷ് മീൻ അപ്പം തന്നെ കഴിക്കാം. വലിയ ശബ്ദങ്ങളൊന്നുമില്ല, വളരെ ശാന്തമായിട്ടാണ് പോകുന്നത് അല്ലേ? അപ്പൊ വർത്തമാനങ്ങളൊക്കെ പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേണ്ടി വന്നാൽ കേരള മന്ത്രിസഭയുടെ യോഗം പോലും ഇതിനകത്ത് വെച്ച് നടത്താൻ പറ്റുന്ന സംവിധാനം ഇതിനകത്തുണ്ട്. വലിയ അലോസരമൊന്നുമില്ല അല്ലേ? ഇവിടെ ഇതിന്റെ അടുത്തുള്ള ഒരു മെറീനയിൽ നമ്മൾ ഈ അവലോകന യോഗങ്ങൾ നടന്നല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായി മന്ത്രിസഭ അവലോകന യോഗം 4 ജില്ല നടന്നത് ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്താണ്. അതും വലിയ ചാലിയാറിന്റെ തീരത്തായിരുന്നു. പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മന്ത്രിമാരൊക്കെ അവിടെ വെച്ചിട്ട് ഒരു ഫോട്ടോ ഞങ്ങൾ എടുത്തിരുന്നു. ആ ഫോട്ടോ ചാലിയാറിന്റെ തീരത്ത്. അപ്പോൾ മനോഹരമായ ഫോട്ടോ ആണ്. അധികം പോകണ്ട. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വയലാലിൽ ഇവിടുന്ന് അടുത്ത് തന്നെയാണ്. സാംസ്കാരികമായിട്ടുള്ളൊരു കേന്ദ്രമാണ്, ഫിഷറീസ് ഹബ്ബാണ്. ഇപ്പോൾ ഇത് ടൂറിസം ഹബ്ബായിട്ട് മാറുന്നു. എനിക്കൊന്നും നമ്മൾ കാണാതിരുന്നൊരു സ്പേസ് ആണ്. അപ്പോൾ ബേപ്പൂരൊക്കെ വന്നാൽ കോവളത്തിന് വെല്ലുവിളിയാവും. അല്ല, അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എയർപോർട്ട് തൊട്ടടുത്തുണ്ട്. ഇത് എന്തെങ്കിലും ഒരു പ്രാദേശിക താല്പര്യങ്ങളുടെ ഭാഗമായിട്ടല്ലല്ലോ വികസനം. സർക്കാർ കാണുന്നത് അർഹതപ്പെട്ട ഒരു ഇടമാണ്. അർഹതപ്പെട്ട ഒരു ഇടം ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഞങ്ങൾ മലബാർ ടൂറിസത്തിന്റെ സാധ്യത ഇനിയും ഏറെയുണ്ട്. മലബാർ ടൂറിസത്തിന്റെ സാധ്യത വർദ്ധിച്ചാൽ അത് കേരള ടൂറിസത്തിന്റെ കുതിപ്പിന് കാരണം. കടലിലോട്ട് പോകും. ഇത് പിന്നെ കടലിലോട്ട് പോകും. പോവാൻ പറഞ്ഞാൽ വേഗത്തില് ഒരു ജാക്കറ്റിന്റെ കുറവുണ്ടായിരുന്നു, അത് എടുക്കാൻ പോയതാണ്. അപ്പൊ ജാക്കറ്റ് പോക്ക് തുടങ്ങി കഴിഞ്ഞാൽ എങ്ങനെയാവില്ല നമ്മുടെ സംസാരം. യോട്ടിന്റെ പോലെ തന്നെ വേഗതയിൽ പറഞ്ഞു പോകും നമ്മള്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് പറയുന്നില്ലേ, അതേപോലെ ആ സമയത്ത് അതേപോലുള്ള സംസാരമായിരിക്കും. കൗൺസിലർ എങ്ങനെയാ നിങ്ങൾക്ക് തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന പിന്തുണ? മറ്റ് കൗൺസിലർമാര് മറ്റേ കൗൺസിലർമാർ എല്ലാവരും ഞങ്ങളോട് സപ്പോർട്ടാണ്. എല്ലാവരും നമ്മളെ കൗൺസിലൊക്കെ ഒറ്റക്കെട്ടായിട്ടാണ് ബേപ്പൂരിന്റെ ഫെസ്റ്റ്. എല്ലാവരും ഒരുമിച്ചുണ്ടാവും. എല്ലാവരും അല്ലേ? അവിടെ പ്രതിപക്ഷത്തിന് വേറെ അങ്ങനെയൊന്നും എല്ലാവരും, പ്രതിപക്ഷവും ഭരണപക്ഷവും നാട്ടുകാരും എല്ലാവരും ചേർന്നിട്ടാണ് ബേപ്പൂർ ഫെസ്റ്റിനെ കളറാക്കി മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഈ യൂട്ടിന് സ്പീഡ് കൂടിയിട്ടുണ്ട് അല്ലേ? നേരത്തെ യൂട്ടി കയറിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ്. ഇത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇവിടെ. ആദ്യമായിട്ടാണ് കയറുന്നത്. അന്ന് ഞങ്ങൾ മന്ത്രി സംസാരിച്ചപ്പോ അതെ ചെറിയൊരു ടെൻഷനുണ്ട്. ഇതൊക്കെ മന്ത്രി ഇരിക്കുന്നു എന്നുള്ള ഒറ്റ ഉറപ്പിലാണ് ഇരിക്കുന്നത്. മിനിസ്റ്റർക്ക് നീന്താൻ അറിയൂലേ? നീന്താൻ അറിയും, പക്ഷേ ഇങ്ങനെ വീണിട്ട് തരും നീന്തിട്ട്. ഇങ്ങനെ കുളം കണ്ട് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ റെഡി ആയിട്ട് നീന്തല്ലാതെ വെള്ളത്തിൽ വീണ് 2-2ആണല്ലോ. പേടിച്ച് നീന്തലും സന്തോഷിച്ച് നീന്തലും 2-2. അതെ. അപ്പൊ അത്ര വലിയ ഭയമൊന്നും വേണ്ട, അപ്പൊ ടെൻഷനൊന്നും വേണ്ട എന്ന് പറയാം. കൗൺസിലർ, നമ്മുടെ കൗൺസിലർ പേരെന്താ? ഷമീന. നമ്മുടെ കൗൺസിലർ പേര് നവാസ്. രജനി. അപ്പോ യാത്ര ഇതിന് തൊട്ടപ്പുറത്ത് എത്ര കിലോമീറ്റർ ഉണ്ട് ഈ വാക്ക് വേ? ഇത് ഏകദേശം 1 കിലോമീറ്ററിന് അടുത്ത് വരും. 1 കിലോമീറ്റർ അടുത്ത്, അത്ര ഇല്ല, അതിന്റെ അടുത്ത് വരും. ഇത് ഒരു റൗണ്ട് നടന്നു വരുമ്പോ 2 കിലോമീറ്റർ അല്ലേ? 1.5 കിലോമീറ്റർ വരും. അതിനുശേഷം ഒരു യോട്ട് യാത്രയും കൂടി ആണെങ്കിൽ ഒന്ന് കടലിലേക്കൊക്കെ പോകാം. സ്പീഡ് കൂടിയിട്ടുണ്ട്. നല്ല മനോഹരമായ കാഴ്ചയാണ്. അപ്പുറത്ത് കാണുന്ന ചാലിയം ബീച്ചാണ്. അവിടെയും ഏകദേശം ഇതേ സൗകര്യങ്ങൾ വരാൻ പോവാണ്. അപ്പം ഏറെക്കുറെ സെയിം ആണ്. ഈ സ്ഥലത്ത് ആ സ്ഥലത്തേക്ക് പോകാൻ അവിടെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. അതായത് ഇവിടെ നിന്നും അതിന്റെ അറ്റത്ത് നിന്നും ജങ്കാറുണ്ട്. വണ്ടർഫുൾ. അതിപ്പോഴും ഉണ്ടോ? പിന്നെ ജങ്കാറുണ്ട്, വാഹനം പോവും. ജങ്കാർ യാത്ര ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പൊ ഫസ്റ്റ് വന്നപ്പോ നമ്മള് ജങ്കാറിന്റെ എണ്ണം കൂട്ടി, ഒന്നും കൂടി എക്സ്ട്രാ ആയി, ടൈമും കൂട്ടി. വൈകുന്നേരം 6 മണി എന്നുള്ളത് രാത്രി വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇവിടുന്ന് അങ്ങനെ ഇതിപ്പോ റോഡ് മാർഗം അവിടുന്ന് ഏകദേശം ഒരു 1/2-3/4 മണിക്കൂർ എടുക്കും വരാൻ. അപ്പൊ ഇപ്പോ ഈ ജങ്കാർ വഴിയാണെങ്കിൽ ഒരു 10 മിനിറ്റ് വേണ്ട, അപ്പുറത്തെത്താം. ഇപ്പൊ നമ്മളൊരു എക്സ്ട്രാ ഡോസ് പാലം അവിടെ നിന്നും
ബേപ്പൂരേക്ക് വരുന്നുണ്ട്. ആണോ? ആ, എക്സ്ട്രാ ഡോസ് പാലം. അതെന്താ അതിന്റെ പ്രത്യേകത? അല്ല, അത് നമ്മൾ ഈ ഇത് ഹാങ്ങിങ് പോലെയാണോ? ഹാങ്ങിങ് പോലെ അപ്പൊ അത് വരുന്നുണ്ട്. അപ്പൊ അതിനിപ്പോ ഭൂമി ഏറ്റെടുക്കലൊക്കെ ആയി അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോവാണ്. അപ്പൊ അതുകൂടി വന്നാൽ കുറച്ചുകൂടി എളുപ്പമായി. അപ്പോ പിന്നെ നിങ്ങൾ പക്ഷി സങ്കേതം ഇവിടെയാണ്. ഈ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ചാലിയത്തായിരുന്നു. പിന്നെ ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ ഇപ്പുറത്ത്. അത് നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ചെറിയൊരു ടെൻഷൻ വരുന്നുണ്ട്. സ്വാതന്ത്ര്യ സമര യോട്ടിന്റെ ഒരു ചെറിയ തിരകളിൽ ഇങ്ങനെ അടിച്ചു പോവുക എന്നുള്ളതാണ്. കാറും ഹോളും ഒന്നും ഇല്ലാതെ നമ്മൾ. അല്ല, എന്താ അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 3-4 ബൈ ഇലക്ഷൻ നടത്തേണ്ടി വരും. പിന്നെ അതിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ റിപ്പോർട്ട് ചെയ്യേണ്ട ആളും ഒരു എണ്ണം കുറയും. ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഒരുമിച്ച്. മാത്രമല്ല കൗൺസിലർമാർക്ക് ശക്തമായിട്ട് പ്രചരണം നടത്തേണ്ട വേറൊരു കക്ഷി ഇല്ലാതെ. ഒന്നുമില്ല കേട്ടോ, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ. യോട്ടിൽ ഇങ്ങനെ ഒന്നും പേടിക്കാനുള്ള സാധനമല്ലേ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇത് നമ്മളെ യന്ത്രഊഞ്ഞാലൊക്കെ ആയിട്ട് തോന്നും. അങ്ങനെയൊന്നല്ലത്. ഇത് സാധാരണ യാത്ര ചെയ്യാൻ പറ്റുന്ന. ഇപ്പൊ നമ്മള് മെല്ലെ പോകുന്ന എത്ര സ്പീഡിൽ വേണമെങ്കിൽ പോവാം. ഫാമിലി ആയിട്ട് സുരക്ഷിതമായ കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. കുട്ടികൾക്കൊക്കെ ഒരു കുഴപ്പമില്ല. പിന്നെ ജാക്കറ്റ് ഉണ്ട്, എല്ലാ സുരക്ഷയുണ്ട്. ഭക്ഷണം കഴിക്കാം, നമുക്ക് വർത്താനം പറഞ്ഞിരിക്കാം, പാട്ട് പാടാം, തമാശ പറയാം. ഗംഭീരമായ കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ചാലിയത്തിനും ബേപ്പൂരിനും ഇടയിലുള്ള രണ്ടിന്റെ ഇടയിൽ രണ്ടും വന്ന അതൊരു കാട് പിടിച്ച സ്ഥലമായിരുന്നു. അപ്പൊ അതാകെ മാറി. ഇപ്പൊ ഒരു വീഡിയോ ഒക്കെ ട്രെൻഡായി പോകുന്നുണ്ട്. 3 കൊല്ലം മുമ്പുള്ള ചാലിയവും അങ്ങ് ഏറ്റവും വരെ പോകാൻ പറ്റൂലേ? പിന്നെ 3 കൊല്ലം ഇവിടുന്ന് അങ്ങോട്ടൊരു കട്ടുണ്ട്. അതാണ് ഓഷ്യാനിസ് ചാലിയത്തിന്റെ മറ്റൊരു മനോഹരമായ സ്ഥലം. അത് എത്ര വേണം നടക്കാം. ഇവിടെയും ഇതേപോലെ തന്നെ. ഇത് രണ്ടും ഇപ്പൊ നവീകരിച്ചു. അതിന്റെ ഭാഗം മാറി. രാത്രി എത്ര മണി വരെ ഉണ്ടാവും? എത്ര മണി വരെ ഉണ്ടാവും? ടൈം നമ്മളെ ഒരു 10 മണിയാണ് അല്ലേ? അപ്പൊ നമ്മള് 10 മണിയാണ്. പക്ഷെ ആളുകൾ 10 മണി വരെ ഒന്നല്ല, ഇതിനെക്കാട്ടി കൂടുതൽ ടൈം ആയിരിക്കും. 10 മണി കഴിഞ്ഞാലും ആള് വന്നുകൊണ്ടേ നിൽക്കും. അവിടെ ഇപ്പൊ ഇന്നലെ 1 മണി 1:30 മണി ഒരാളുണ്ടായിരുന്നു. ന്യൂ ഇയർ ആകുമ്പോഴേക്ക് ന്യൂ ഇയറിനൊരു രക്ഷയുണ്ടാവില്ല. പിന്നെ നമ്മളിപ്പോൾ ലിറ്റററി സർക്യൂട്ടിന്റെ ഒരു സെന്റർ ഇവിടെയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന് ഒരു കേന്ദ്രം വേണമെന്നുള്ളത് ലോകത്തെ ഏതൊരു മലയാളിയുടെ ആഗ്രഹമാണ്. 10-15 കൊല്ലമായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിപ്പോൾ ആയി. അതിന് പണി ഏറെക്കുറെ പൂർത്തീകരിക്കാനായി. അപ്പൊ ലിറ്റററി സർക്യൂട്ട് വരുന്നു. അപ്പുറത്ത് പക്ഷി സങ്കേതമുണ്ട്. പിന്നെ ഈ മറ്റു പല പ്രത്യേകതകളും നിറഞ്ഞ ഇടങ്ങളാണ്. എല്ലാ നിലയിലും അപ്പോൾ കല്ലുമക്കായ കിട്ടും അവിടെ. അതെ, അവിടെ കിട്ടും. കടുക്ക ബസാർ എന്ന് പറയുന്ന ഒരു സ്ഥലം തന്നെ അവിടെ. അത് അവിടെ നിന്ന് കുറച്ച് അപ്പുറത്ത് ബെസ്റ്റ് കല്ലുമക്കായ കിട്ടും. പിന്നെ ഭക്ഷണത്തിന് ഒരു പ്രത്യേകത ഉള്ള സ്ഥലമാണ്. നല്ല ഭക്ഷണമാണ് ഇവിടെ. ഓക്കെ, അപ്പൊ നമ്മൾ കടലിലേക്ക് വന്നു കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഈ കളി മാറി. അപ്പൊ നമ്മൾ ചാലിയത്തിനും ബേപ്പൂരിനും ഇടയ്ക്കുള്ള സ്ഥലത്തൂടെയാണെങ്കിൽ നമ്മൾ യഥാർത്ഥ കടലിലേക്ക് വന്നു കഴിഞ്ഞു. യഥാർത്ഥ കടലിൽ തന്നെ സ്പീഡ് കൂട്ടാൻ പറയണം. സ്പീഡ് തന്നെയല്ലേ നമ്മൾ പോകുന്നത്. നമുക്ക് എന്തിനാ വേഗത ഭയം എന്നുള്ളതാണ്. ക്യാമറ ഒക്കെ ഇളകുന്ന അറിയാം. ക്യാമറ ഇളവും, കുഴപ്പമില്ല. ഇളകിയാലും ഇളകാത്ത ക്യാമറ നമുക്ക് മതിയല്ലേ? എങ്ങനെ ഇത്ര മതിയോ സ്പീഡ്? എത്ര മതി? ക്യാമറമാൻമാർ കൊള്ളാം. അപ്പോൾ സുഖകരമായ അനുഭവം. നമ്മൾ ശരിക്കും പറഞ്ഞ കടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. വളരെ സുരക്ഷിതമാണ്. എന്നാൽ അറ്റ് ദ സെയിം ടൈം ത്രില്ലിംഗ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു കുടുംബം വെക്കേഷന് വരുന്നു. ഇപ്പൊ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഈ ഡിസംബർ മാസം എല്ലാവരും ഇങ്ങോട്ടാണ് വെക്കേഷന് വരുന്നത്. ഇവിടെ താമസിക്കുന്നത്. ഇവിടെ ഉള്ളവർക്കൊന്നും പുറത്തു പോകാൻ പറ്റുന്നില്ല. ഒരു കുടുംബം എവിടെയുള്ളവരായിക്കൊള്ളട്ടെ വെക്കേഷന് വരുന്നു. ഒരു 10-15 ആള് യോട്ട് യാത്ര ചെയ്യുന്നു. ഭക്ഷണം കഴിക്കുന്നു. വർത്താനൊക്കെ പറഞ്ഞൊരു ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ അല്ലെങ്കിൽ ഞാൻ അതിലധികമോ ഒക്കെ ഒന്ന് കറങ്ങി ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. മാത്രമല്ല അതൊരു വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ട് വലിയ കാശൊക്കെ മുടക്കി അല്ലേ അങ്ങനെ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ വന്ന് ചെയ്തിട്ട് പോവാം. മോർണിംഗ് ഷോ നടത്തി. ഇതൊരു ഡിഫറെന്റ് വെറൈറ്റി. നമ്മൾ കൊല്ലത്ത് പോയിട്ടുണ്ട്, കോവളത്ത് പോയിട്ടുണ്ട്, അതേപോലെ കുറെ സ്ഥലങ്ങളിൽ. യോട്ടിലാദ്യം ഗംഭീര എക്സ്പീരിയൻസ് ആയിട്ടോ. നമ്മൾ ഹൗസ് ബോട്ടിൽ പോകുമ്പോൾ വേറൊരു ഫീലാണ്. പക്ഷെ അതിനേക്കാൾ വേറൊരു ത്രില്ലിംഗ് ഫീലാണ് ഇത് കേട്ടോ. കൊള്ളാം, ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് യോട്ടിൽ. ഇപ്പോൾ ബേപ്പൂരിലുള്ള കാഴ്ചകളാണ് നമ്മൾ പ്രേക്ഷകർക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പൊന്നാനി എത്തണം. അപ്പോൾ അതിനിടയ്ക്ക് അതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ബേപ്പൂരിൽ നമ്മൾ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ മിനിസ്റ്റർ ഒന്ന് വന്നതാണ്. ബേപ്പൂർ ഫെസ്റ്റിനെ കുറിച്ച് കൂടി ഒന്ന് പറയണം എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ നല്ല കാഴ്ചകളാണ് അല്ലേ? എന്താണ്? ഓക്കെ, ഇതിവിടെ കുറച്ച് ഡോൾഫിൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഗംഭീരവും. പക്ഷെ ഡോൾഫിൻ പിടിച്ചോണ്ടിടാൻ പറ്റുന്നില്ല. ടൈപ്പ് അതവിടെ പൊന്തി. ആണോ അത്? അങ്ങനെയുണ്ടോ? അത് ശരി. ഇവിടെ ധാരാളം മത്സ്യസമ്പത്തുള്ള സ്ഥലമാണ് അല്ലേ? അതെ, മത്സ്യസമ്പത്ത് ധാരാളം ഉണ്ട്. ഓക്കെ, ഒരു വളരെ പഴയ ഒരു പോർട്ട് ഇവിടെ ഉണ്ട്. അതതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. ആ പോർട്ട് വളരെ ഫേമസ് ആണ്. കേരളത്തിൽ തന്നെ അതിപുരാതനമായ ഒരു പോർട്ടാണ്.
അപ്പൊ ഇങ്ങനെ കുറെ വെറൈറ്റി എക്സ്പീരിയൻസുകൾ ഇവിടെ ഉണ്ട്. അതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ നല്ല കാഴ്ചയാണ്. ഇഷ്ടം പോലെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. പക്ഷെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യണം. യോട്ട് അതിന് പറ്റിയ മാർഗ്ഗമാണ്. കടലിൽ ഇങ്ങനെ നല്ല തിരകളിങ്ങനെ സാവധാനം അടിക്കുമ്പോൾ അതിന് മുകളിലൂടെ പോവുക, വർത്താനം പറയുക. അപ്പം മനസ്സിൽ എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഞാനിതിൽ നടത്തിയ യാത്ര നല്ല സ്പീഡിലുള്ള യാത്രയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സമാധാന യാത്രയാണ്, ഒരു ഫാമിലി. ഇത് ഒരു ഫാമിലി യാത്രയാണ്. അല്ല, ഫാമിലി ഉള്ളവർക്കും സ്പീഡ്, ഇതിപ്പോ ക്യാമറ ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്കൊരു ഒരു ഒരു യഥാർത്ഥത്തിൽ ഇത് സ്പീഡ് പോയ ഒരു കുഴപ്പമില്ല. നല്ല പോക്കാണത്. ഇങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ്. എങ്ങനെ പോയത് വേണ്ട, ഇങ്ങനെ പോകും. ഞാൻ കൈ കാട്ടുന്നതിനനുസരിച്ച് സ്പീഡ് കൂടും, കൈ താഴ്ത്തിയ സ്പീഡ് ഇങ്ങനെ കുറയും. അല്ല, ഞാൻ പറഞ്ഞാണ് കണ്ടത്. കൊള്ളാം അല്ലേ? നല്ല സ്പീഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. നല്ല സുഖമുള്ളൊരു ഫീലാണ്. സ്പീഡ് ബോട്ടിൽ പോകുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒരു ഫീലുണ്ട് ഇതിനകത്തിരിക്കുമ്പോൾ. കൗൺസിലർമാർക്ക് എന്താന്ന് വെച്ചാൽ നാട്ടിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഇടപെടാനും ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ആലോചനയൊക്കെ ഒന്നുകൊണ്ട് പേടിക്കുന്നു. വളരെ സുരക്ഷിതമായ യാത്രയാണ്. ചെറിയ കുട്ടികൾ വരെ പോയി വരുന്ന യാത്ര. അപ്പോൾ അത് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്കൊക്കെ വന്ന് അവരുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഒരു യാത്ര ബേപ്പൂരിലൊക്കെ വന്ന് ചെയ്തു പോകാം. ഇത് ബേപ്പൂരിൽ മാത്രമല്ല, കേരളത്തിൽ മിക്കവാറും കേരളത്തിൽ എല്ലായിടത്തും. ഇപ്പൊ നമ്മളിതൊരു സാമ്പിൾ ഡോസാണ്. ഏതൊക്കെ ബീച്ചിൽ ആരൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു അവരൊക്കെ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിൽ തുടങ്ങാൻ എല്ലാ നിലയിലുമുള്ള പിന്തുണ സർക്കാർ കൊടുക്കും. സർക്കാർ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് നിൽക്കുക. സർക്കാർ ഒരു ഫെസിലിറ്റേറ്ററായി നിന്ന് കേരളത്തിൽ മനോഹരമായ ബീച്ചുകളുണ്ട്, എല്ലായിടത്തും തുടങ്ങാൻ പറ്റും. അതിരിക്കട്ടെ, നമ്മുടെ സീപ്ലെയിൻ്റെ കാര്യം എന്തായി? സീപ്ലെയിൻ നമ്മുടെ പുതിയൊരു പദ്ധതി കൂടി ഇപ്പോൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ സീപ്ലെയിൻ്റെ എല്ലാ ഡിസ്കഷനും നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡാം കേന്ദ്രീകരിച്ചാണ്. ഡാമും കായലും. അതെ. അതിൽ കായൽ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഇല്ല. ഡാം കേന്ദ്രീകരിച്ചാണ് അതിന്റെ ഡിസ്കഷനും കാര്യവും നടന്നു. ഇനിയും മുകളിൽ നിന്നുള്ള ചില അംഗീകാരങ്ങളുടെ പ്രശ്നം കൂടി ആയി കഴിഞ്ഞാൽ സംഗതി അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോൾ സീപ്ലെയിനും യോട്ടും ഒക്കെ വരുമ്പോൾ നമ്മുടെ നാടിന്റെ മുഖച്ഛായ മാറും എന്നറിയാൻ കഴിയുന്ന ഒരു വലിയ സന്തോഷമുണ്ട്.